എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. പരിശുദ്ധാത്മാവിൻ്റെ നദിയായി ഒഴുകുന്ന അപ്പോസ്തല പ്രവൃത്തി, ഒന്നുകൂടി പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാകുന്ന അപ്പോസ്തല പ്രവൃത്തി, അതിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ദീർഘനാളുകളായി നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. നിങ്ങളെക്കാൾ ഞാൻ ഒത്തിരി പഠിച്ചു, ഞങ്ങളൊത്തിരി പഠിച്ചു. കുറച്ചുകൂടി കർത്താവിൽ വളരാൻ, കർത്താവിൻ്റെ വേലയിൽ ബലപ്പെടാൻ ഈ പുസ്തകം എനിക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു. നിങ്ങൾക്കും ഇത് അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ എന്ന ജീസസ് എവരിഡേയുടെ അപ്പോസ്തല പ്രവർത്തികൾ എന്ന എല്ലാ ഭാഗങ്ങളും നിങ്ങളുടെ സമയോചിതം അതൊന്ന് ഓടിച്ച് പഠിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഞാനതിൻ്റെ ചരിത്ര പശ്ചാത്തലമോ, ആരെഴുതി, എപ്പോൾ എഴുതി, എങ്ങനെ എഴുതി, എവിടെ ഇരുന്ന് എഴുതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ എടുക്കാറില്ല. അതിൻ്റെ ആത്മീക വശങ്ങൾ മാത്രം, അതിനകത്തുള്ള ദൂതുകൾ മാത്രം, കർത്താവ് തരുന്ന വെളിപ്പാടുകൾ മാത്രം പറഞ്ഞാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ കൊണ്ടുപോകുന്നത്. ഏതായാലും ഇവിടം വരെ എത്തുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ 5-ാമത്തെ ദിവസമാണ്. രാവിലെ 10:30-ക്കുള്ള ഉപവാസ പ്രാർത്ഥനയിൽ കഴിയുന്നതും എല്ലാവരും കടന്നു വരിക. ബലപ്പെടാൻ കർത്താവ് കൃപ തരട്ടെ. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് തിരിയാം. 28-ാം അധ്യായത്തിൻ്റെ 14 മുതൽ വായിക്കുമ്പോൾ, അവിടെ സഹോദരന്മാരെ കണ്ടു തങ്ങളോടുകൂടെ 7 നാൾ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. പിന്നെ ഞങ്ങൾ റോമയിൽ എത്തി. പൗലോസിനെ യെരുശലേമിൽ നിന്ന് ആരാധനാലയത്തിൽ വെച്ച് പിടിച്ച് തടവിലാക്കി, പല കോടതികളിലൂടെ വിസ്തരിച്ച്, പലരുടെയും മുൻപിൽ നിർത്തി. ഇപ്പോഴിതാ പല രാജാക്കന്മാർ നാടുവാഴികളോടെല്ലാം സുവിശേഷം പ്രസംഗിച്ച് ഇതാ കൈസറെ കാണാനായിട്ട്, കൈസറുടെ മുമ്പിൽ നിൽക്കുവാനുള്ള യാത്രയിൽ താൻ പോവുകയാണ്. അങ്ങനെ റോമയിലേക്കുള്ള യാത്രയാണ് ദുർഘടം നിറഞ്ഞ യാത്ര. ഈ യാത്രയിൽ സംഭവിച്ച എല്ലാ വേദനകളും അത്ഭുതങ്ങളായി മാറി. അതാണ് ഈശാനമൂലൻ കൊടുങ്കാറ്റും മറ്റുള്ളവർ തന്നെ വില കുറച്ച് കണ്ടതും, ആരും ഗൗനിക്കാതെ പോയതും, പൗലോസിനെ കൊല്ലാൻ ഉദ്ദേശിച്ചതും, ശതാധിപൻ തടുത്തതും, ഒത്തിരി കാര്യങ്ങൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ മുൻപിൽ എപ്പോഴും മരണമായിരുന്നു. എന്നാൽ തൻ്റെ വേല തീരാതെ തനിക്ക് മരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പൗലോസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. ഇത് നമ്മുടെയും ചരിത്രമാണ്. നമ്മുടെ വേല തീരാതെ, നാം കർത്താവിൽ തിരക്കുള്ളവരാണെങ്കിൽ, നമുക്ക് എത്ര കാലം ഈ ഭൂമിയിൽ വേലയുണ്ടോ ആ വേല ചെയ്യാനുള്ള സൗകര്യങ്ങൾ, യാത്രകൾ, ബന്ധങ്ങൾ എല്ലാം, അതിനുള്ള ആരോഗ്യം എല്ലാം കർത്താവാണ് തരുന്നത്. പൗലോസ് ആരോഗ്യമില്ലാത്തൊരു മനുഷ്യനായിരുന്നു എന്നൊക്കെ പല ദൈവദാസന്മാരും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. തനിക്ക് കണ്ണിന് കാഴ്ചക്കുറവായിരുന്നെന്ന് പറഞ്ഞു. വേറെ ചിലർ പറഞ്ഞു തനിക്ക് ദഹനക്കേടാണ്, ആസ്മ രോഗമാണ്. എന്തെങ്കിലും ആകട്ടെ, അദ്ദേഹം ചെറിയ കുറുകിയ മനുഷ്യനാണ്, ശരീരം കൊണ്ട് വളരെ ബലഹീനനാണ് എന്നൊക്കെ പറഞ്ഞാലും അദ്ദേഹം യാത്ര ചെയ്തതുപോലെ ആരും യാത്ര ചെയ്തില്ല. അദ്ദേഹം കഷ്ടം സഹിച്ചതുപോലെ ആരും കഷ്ടം സഹിച്ചില്ല. ഈ പറഞ്ഞ ബലഹീനതകളൊക്കെ ഉള്ളവർക്ക് ഒരു കപ്പൽ അപകടത്തോടുകൂടി അവർ തീരും. എന്നാൽ എന്തെല്ലാം വിഷയം, കള്ളന്മാരാലുള്ള ആപത്ത്, കടലിലെ ആപത്ത്, കപ്പലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, കോലുകൊണ്ട് 5 വട്ടം അടി, ഒന്ന് കുറേ 40 അടി, അതായത് 39 അടി, ഇങ്ങനെ ഓരോ പ്രാവശ്യവും 39 അടി വെച്ച് 5 പ്രാവശ്യം. ഇത്രയും തല്ലുകൊണ്ടിട്ടും ചത്തില്ല, ഇത്രയും പ്രശ്നമുണ്ടായിട്ടും ചത്തില്ല. എന്താ കാര്യം? ദൈവത്തിൻ്റെ വേല തീരാതെ പൗലോസിന് ഭൂമിയിൽ നിന്ന് പോകാൻ കഴിയില്ല. ഇതിൽ നിന്ന്, പൗലോസിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത് പിശാചല്ല, നമ്മുടെ മരണം തീരുമാനിക്കുന്നത് റോഡ് അപകടമല്ല, നമ്മുടെ മരണം ഉറപ്പാക്കുന്നത് മാരക രോഗങ്ങളല്ല, വൈദ്യശാസ്ത്രമല്ല,
ദൈവമാണ് ജീവന്റെ ഉറവിടം. ഒരുവന് ദൈവ ആയുസ് കൊടുത്താൽ അത് ആയുസ് തന്നെയാണ്. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും വരെ നീ മരണം കാണുകയില്ലെന്ന് ശിമയോനോട് ഒരിക്കൽ കർത്താവ് പറഞ്ഞു. അതുപോലെ തന്നെ യേശു കുഞ്ഞ് ജനിച്ച് 8-ാം നാളിൽ പരിച്ഛേദനയേൽക്കാൻ യേശു കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ജോസഫും മറിയയും ദേവാലയത്തിൽ കൊണ്ടുവരുമ്പോൾ ആത്മനിയോഗത്തിൽ ശിമയോൻ ദേവാലയത്തിൽ വന്നു. കുഞ്ഞിനെ കയ്യിലേന്തി അനുഗ്രഹിച്ച് പ്രവചിച്ച ശേഷം പറയുന്നൊരു വാക്കുണ്ട്, നാഥാ, തിരുവചനം പോലെ എന്നെ അയച്ചാലും നിന്റെ വാഗ്ദത്തം എൻ്റെ കണ്ണ് കണ്ടുവല്ലോ, ആ വാഗ്ദത്തം എൻ്റെ കയ്യിൽ വന്നല്ലോ, മനസ്സമാധാനത്തോടെ എനിക്കിനി പോകാം. ഒരു വാഗ്ദത്തം പറഞ്ഞിരുന്നു വളരെ വൃദ്ധനായ ഒരു മനുഷ്യനോട്, നീ ക്രിസ്തുവിനെ കാണും. അതുപോലെ തന്നെയാണ്. അപ്പോൾ കർത്താവിന് ഒരു വാഗ്ദത്തം നമ്മെക്കുറിച്ചുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിവൃത്തിയാകാതെ നമുക്ക് പോകാൻ കഴിയില്ല. വെന്റിലേറ്റർ, ICU, പിന്നെ എന്തൊക്കെയാണ് മെഡിസിനുകൾ, പുതിയ പുതിയ രോഗങ്ങൾ, ഇതൊന്നുമല്ല നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത്. നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത് നമ്മുടെ വാഗ്ദത്തങ്ങളും ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതികളുമാണ്. ഈ സത്യങ്ങൾ ഒരു ദൈവ പൈതലിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ ആ വ്യക്തി ധൈര്യമുള്ള വ്യക്തിയായി മാറും. ഇതാ പൗലോസ് 11-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, 3 മാസം കഴിഞ്ഞപ്പോൾ ആ ദ്വീപിൽ ശീതകാലം കഴിച്ച് കിടന്നിരുന്ന അശ്വനി ചിഹ്നമുള്ള അലക്സാന്ദ്രിയ കപ്പലിൽ ഞങ്ങൾ കയറി പുറപ്പെട്ടു. ആ കപ്പലിൽ കയറുമ്പോൾ ഒന്നുമില്ലാത്തവരായി. കപ്പൽ നഷ്ടപ്പെട്ടു, ചരക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ പൗലോസ് നിമിത്തം അവർ സമൃദ്ധിയുള്ളവരായി വീണ്ടും തീർന്നു. കാരണം എന്താണ്? ഏറിയ സമ്മാനങ്ങൾ 10-ാം വാക്യത്തിലുണ്ട്. അവരും ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. ആര്? ദ്വീപിലെ മറ്റു ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. എല്ലാവരും വന്ന് സൗഖ്യം പ്രാപിച്ചപ്പോൾ ആ ദ്വീപിലുള്ളവരെല്ലാവരും ഗിഫ്റ്റ് കൊടുത്തു. ഈ ഗിഫ്റ്റ് മുഴുവൻ ആർക്കാ? പൗലോസിനാണ്. ഇത് അനുഭവിക്കുന്നത് ആരൊക്കെയാണ്? 276 പേരും. പ്രാർത്ഥിക്കുന്നവൻ എന്തിലുണ്ടോ അതിനകത്ത് ഗിഫ്റ്റുകൾ ഉണ്ടാകും. ദൈവത്തിന്റെ വിളിയുള്ളവൻ എവിടെയുണ്ടോ അതിനകത്ത് നന്മയുണ്ടാകും. അപകടങ്ങൾ മാറിപ്പോകും, മരണം മാറിപ്പോകും. ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട് നശിക്കില്ലെന്നേ. എത്ര ഈശാനമൂലൻ അടിച്ചാലും എത്ര കൊടുങ്കാറ്റ് വന്നാലും ആ വീടിന് തകരാൻ കഴിയില്ല. വീണ്ടും നന്മകളാൽ നിറയും. ഇതാണ് പൗലോസ് ആ ദ്വീപിൽ കയറിയപ്പോൾ സംഭവിച്ചത്. അങ്ങനെ ആ ദ്വീപിൽ നിന്ന് അലക്സാന്ദ്രിയ കപ്പലിൽ കയറി അവർ യാത്ര പുറപ്പെട്ടു. റോമയിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ സഹോദരങ്ങൾ അവരെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവിടെ സഹോദരങ്ങളെ കണ്ടു. 14-ാം വാക്യം, തങ്ങളോടുകൂടെ 7 നാൾ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. പിന്നെ ഞങ്ങൾ റോമയിലെത്തി. അവിടെ സഹോദരന്മാർ ഞങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് അപ്യപുരവും ത്രിമണ്ഡപവും വരെ ഞങ്ങളെ എതിരേറ്റു വന്നു. അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. നോക്കണേ, എവിടെ ചെന്നാലും സന്തോഷത്തിൻ്റെ സാധ്യതകൾ വർദ്ധിച്ചു വരുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. എവിടെ ചെന്നാലും അവിടെ വിശ്വാസികൾ പൗലോസിനെ എതിരേറ്റ് ചെന്നപ്പോൾ അവരെ കണ്ട് പൗലോസ് ധൈര്യം പ്രാപിച്ചു. എന്തെല്ലാം ഉണ്ടെങ്കിലും ദൈവമക്കൾ തമ്മിൽ കാണുമ്പോഴുള്ള ഒരു ധൈര്യം, ആ ഒരു സമാധാനം, അത് വേറെയാണ്. ഏത് നാട്ടിൽ ചെന്നാലും ദൈവമക്കൾ തമ്മിൽ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇടയ്ക്ക് എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ചിലർ മുഖത്തോട്ട് നോക്കിയിട്ട് വിശ്വാസിയാണല്ലേ, ഒറ്റ വാക്യമുള്ളൂ, വിശ്വാസിയാണ്. അതെ, അപ്പോൾ ഈ ലോകത്തുള്ളവരാരും വിശ്വാസിയല്ലേ? എല്ലാവരും ഓരോ കാര്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ദൈവമക്കൾ തമ്മിൽ പറയുന്നൊരു വാക്കുണ്ട്, വിശ്വാസിയാണല്ലേ. അതായത് ഒറ്റ വിശ്വാസമേ ഉള്ളൂ,
കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ വിശ്വാസിയാണല്ലേ എന്ന് പറഞ്ഞാൽ ഇന്ന് ഭൂമിയിൽ കാണുന്ന മറ്റൊരു വിശ്വാസത്തിനും കിടപിടിക്കാൻ കഴിയാത്ത ഒരു വിശ്വാസം, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ പ്രാപിക്കുന്നു. അവൻ പുതിയ സൃഷ്ടിയാകുന്നു, അവൻ സമാധാനമുള്ളവനാകുന്നു, അവൻ നിത്യതയുടെ അവകാശിയാകുന്നു, അവൻ ജീവപുസ്തകത്തിൽ പേരുള്ളവനാകുന്നു. വിശ്വാസിയെ കാണുമ്പോൾ ധൈര്യം പ്രാപിക്കുകയാണ്. വിശ്വാസിയാണെന്ന് അറിഞ്ഞാൽ ഒന്ന് വാഷ്റൂമിൽ പോവുകയാണെങ്കിൽ പെട്ടിയും ബാഗൊക്കെ അവരുടെ കയ്യിലേൽപ്പിച്ചിട്ട് പോകാം. ഭൂമിയിൽ വേറെ ഒരാളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്നാൽ വിശ്വാസി എന്ന് പേര് പറഞ്ഞവരിലൂടെ ഒത്തിരി നാശനഷ്ടങ്ങൾ ഒത്തിരി പേർക്കുണ്ടായിട്ടുണ്ട്. എന്താണ് വിശ്വാസി എന്ന് പേര് പറയുന്നവർ? ഒരു വിശ്വാസിയാണെന്ന് പറയേണ്ട ആവശ്യമില്ല, മുഖത്തോട്ട് നോക്കുമ്പോഴറിയാം. ആ വ്യക്തിയെ കാണുമ്പോൾ ആ മുഖത്തൊരു ഗ്ലോറിയുണ്ട്, തേജസ്സുണ്ട്. ആ വ്യക്തിയുടെ പെരുമാറ്റവും ആ വ്യക്തിയുടെ ഓരോ ആക്ഷനും കാണുമ്പോൾ നമുക്കറിയാം അതൊരു വിശ്വാസിയാണ്. എന്നാൽ പുറമേ കാണുന്ന ചില അടയാളങ്ങളല്ല വിശ്വാസി. ആ വ്യക്തിയിൽ ഉള്ള ഗ്ലോറിയാണ്. അത് വിവേചിക്കാൻ നമുക്ക് കഴിയും, ആ വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സംസാരിക്കൊന്നും വേണ്ട, വെറുതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു നല്ല വിശ്വാസിയെ മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധാത്മാവുള്ളവർക്ക് വളരെ എളുപ്പമാണ്, വിവേചിക്കാൻ കഴിയും. പൗലോസ് സഹോദരങ്ങളെ കണ്ടു, ധൈര്യം പ്രാപിച്ചു. അതാണ് അവിടെ നമ്മൾ കാണുന്നത്. ശരിയായ സമയത്ത് ദൈവം ആളുകളെ അയക്കുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. അടുത്തത് ആത്മീക കൂട്ടായ്മ ശക്തി നൽകും. ആത്മീക കൂട്ടായ്മ. പൗലോസ് ഈ ഏകദേശം ഒരു മാസത്തോളം തന്നെ ദ്വീപിലും ഈ കപ്പലിലുമായിട്ട് ആയിരുന്ന സമയത്ത് താൻ തന്നിൽ തന്നെ ശക്തിപ്പെട്ടെങ്കിലും ദൈവമക്കളെ കണ്ടപ്പോൾ അത് വേറൊരു ചാർജാണ്. ഒരു ഉപവാസപ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ, ഒരു സഭായോഗം കൂടുമ്പോൾ, ദൈവമക്കൾ തമ്മിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഊർജം ഊട്ടിയിലും കൊടൈക്കനാലിലും സഭായോഗം മുടക്കിപ്പോയാൽ കിട്ടത്തില്ല കുഞ്ഞുങ്ങളെ. കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ പലരും, എനിക്ക് ഒത്തിരി പേരെ അറിയാം, പുതിയ വണ്ടി കിട്ടി, കാറ് വാങ്ങി, ആദ്യം പോയത് സഭായോഗത്തിനല്ല, ഊട്ടിയിലും കൊടൈക്കനാലിലും. അവിടെ എന്തിരിക്കുന്നു? കുറെ കാശ് മുടക്കാന്നും കുറെ വളവിൽ ഇറങ്ങി ഛർദിക്കാന്നല്ലാതെ അവിടെ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് തണുപ്പത്തിരുന്ന് തിരിച്ചു വരിക, കുറച്ച് കയ്യിലെ കാശ് പോകുക എന്നുള്ളതല്ലാതെ ആത്മീക മനുഷ്യനൊരു പ്രയോജനമില്ല. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരാത്മീക ബലം, ആ ആത്മീക ബലം അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ആത്മാവ് ശുഭമായിരിക്കുമ്പോഴാണ് നമ്മൾ സകലത്തിൽ സുഖവും ശുഭവുമായിരിക്കുന്നത് എന്ന് 3 യോഹന്നാൻ 2 പറയുന്നു. പരിശുദ്ധാത്മാവിൽ നമുക്ക് ആശ്രയിക്കാം, കർത്താവിൽ നമുക്ക് ബലപ്പെടാം, പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ തിരുവെഴുത്തുകളെ കേട്ട ഓരോ പ്രിയപ്പെട്ട കുടുംബങ്ങളിലും വിടുതലുകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും നന്മകളും ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ ബലം ഇവർക്കുണ്ടാകട്ടെ. ദൈവമക്കൾ തമ്മിലുള്ള കൂട്ടായ്മയിലൂടെ ഈ മക്കൾ ബലപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്തും മറിയയും തമ്മിൽ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആത്മീക ചൈതന്യം ദൈവമക്കൾ തമ്മിലുള്ള കൂട്ടായ്മകളിൽ സംഭവിക്കുന്നത്, ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾക്ക് ആ കൂട്ടായ്മ വേണം. ഏത് രാജ്യത്ത് പോയാലും, ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച്, എയർപോർട്ടിൽ വെച്ച്, എവിടെ ചെന്നാലും ഞങ്ങൾക്ക് ഒരു സ്വർഗീയ കൂട്ടായ്മ ഞങ്ങൾ ഇനിയും കാത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങൾക്കത് നൽകി തരുന്നതിനായി സ്തോത്രം. പൗലോസ് അവരെ കണ്ട് ബലം പ്രാപിച്ചതുപോലെ അഭിഷിക്തരെ കണ്ട് ബലപ്പെടാൻ ഇനിയും ഞങ്ങൾക്ക് അവസരങ്ങൾ തരണമേ. നല്ല ബന്ധങ്ങൾ തരണമേ. തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് ഒഴിവാക്കണമേ. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളിൽ നിന്ന് വിടുവിക്കണമേ.
വിവേചിക്കാനുള്ള കൃപ തരണമേ, യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് ഏറിയ കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥന രാവിലെ 10:30 കടന്നു വരാൻ താല്പര്യമുള്ളവർ വരിക, ബലപ്പെടാം. ഗോഡ് ബ്ലെസ് യു. കരുണാമയനേ, കരുണാമയനേ, ക്രൂശിലെനിക്കായി മരിച്ചവനേ, നിന്നെ മുഖാമുഖം കാണും വരെ വീഴാതെ എന്നെ നയിച്ചിടണമേ. കരുണാമയനേ, കരുണാമയനേ, ക്രൂശിലെനിക്കായി മരിച്ചവനേ, നിന്നെ മുഖാമുഖം കാണും വരെ വീഴാതെ എന്നെ നയിച്ചിടണമേ. നിൻ ദയ എന്നും ജീവനാണേ, എൻ ഭയമെല്ലാം മാഞ്ഞു പോയേ. Thank you, Father. എന്നെ വിളിച്ചവനേ, യേശുവേ, കരുണാമയനേ, യേശുവേ, കരുണാമയനേ, 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 യേശുവേ, നീ എൻ്റെ ഉപനിധിയേ, എന്നെ അനിന്യന കാത്തിടുന്ന നിൻ സ്നേഹം ഒരു ദിവ്യജ്വാലയാണ്. കരുണാമയനേ, കരുണാമയനേ, യേശുവേ, നീ എൻ്റെ ഉപനിധിയേ, എന്നെ അനിന്യന കാത്തിടുന്ന നിൻ സ്നേഹം ഒരു ദിവ്യജ്വാലയാണ്. നിന്നെ അനുഗമിച്ച ഞാൻ മരിച്ചാലും